ക്രിയേഷനും അതുപോലെ തന്നെ ഓരോ അവതാരങ്ങളുടെയും ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് കൃഷ്ണൻ കഴിഞ്ഞിട്ട് പിന്നെ ബലറാം എന്നാണ് എല്ലാ അവതാരങ്ങളും വരുന്നത്. ഇപ്പോൾ ബലറാമിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ഭാഗത്ത് പറയുന്നത് ഒന്ന്, ഒരിക്കല് ദുര്യോധനന്റെ മകള് ലക്ഷ്മണ കേട്ടിട്ടോ? ദുര്യോധനന്റെ മകൾ ലക്ഷ്മണ നിരഞ്ഞു നടക്കുകയാണ് സ്വന്തം. കാരണം ആ സമയത്ത് അകാലങ്ങളൊക്കെ രാജാക്കന്മാര് വന്നിരിക്കും. ഇഷ്ടമുള്ള ആളെ എന്ത് ചെയ്യാം, ആരായിട്ട് കല്യാണം കഴിക്കാം. അങ്ങനെയാണ് ആ സമയത്ത് കൃഷ്ണന്റെ മകൻ സാമ്പ കേട്ടിട്ടുണ്ടോ? ആരുടെ കൃഷ്ണന്റെ ഏത് ഭാര്യയുള്ള മകനെന്ന് പറയും? ജാമ്പതിയുള്ള മകൻ സാമ്പ. എല്ലാവരും അവിടെ കല്യാണത്തിന് റെഡിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മണനെ കൂട്ടുകൊണ്ടു. കാരണം കൃഷ്ണ മക്കളും എല്ലാം ഇങ്ങനെ കഴിയുന്നതാണ്. എത്ര രാജാക്കന്മാരൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവരെല്ലാവരും കൗരവന്മാർ മുഴുവൻ എല്ലാവരും ഒന്ന് ചേരും. ഭയങ്കര പടന്മാരാണ് എല്ലാവരും. കണ്ണനുണ്ട്, അവിടെ വിവാദമുണ്ട്, എല്ലാവർക്കും ശരിക്കും ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അതും ഒരു ലീലയാവാം. ഫൈറ്റിങ്ങിൽ ഇദ്ദേഹത്തെ പിടിക്കും. ആരെ? സാമ്പനെ പിടിച്ചത്. സാമ്പൻ ലക്ഷ്മണയും അവിടെ പിടിച്ചു കഴിഞ്ഞു. പിടിച്ചിട്ട് അവരെ മനസ്സിലാക്കും. ആ സമയത്ത് യാദവന്മാരെല്ലാവരും കൂടി ഓക്കെ നമുക്ക് യുദ്ധം ചെയ്തിട്ട് കൊണ്ടുവരാമെന്നുള്ള പറയും. അബ്രഹാം പറയും വേണ്ട, നമുക്ക് സമാധാനത്തിൽ വെക്കാം, ഏതായാലും അവർക്ക് കല്യാണം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ് വളരെ വളരെ ശാന്തനായിട്ട് വന്നത് അവരോട് പറയും, ദുര്യോധനോട് പറയും, ലക്ഷ്മണയും അതുപോലെ തന്നെ സാമ്പനെയും വിട്ടു തരും. അത് ഭയങ്കരമായിട്ട് ബലറാമിനെ അവഹേളിക്കും. അങ്ങനെ ഇതിനാണ് ഏറ്റവും വലിയ കഴിവുള്ള ആൾക്കാർ നേതാക്കന്മാരെന്ന രീതിയിൽ സംസാരിക്കും. ബലറാം ദേഷ്യം വരും. ബലറാമിൻ്റെ കലപ്പ് ആയുധം ഹസ്തിനപുരത്തിൽ നിന്ന് വലിക്കും. കുത്തിയിട്ട് എങ്ങനെ വലിക്കുന്നത്? കുത്തി വലിച്ച് എങ്കിലും കല്യാണമായിട്ട് അത്രയും ശക്തിയാണ് ബലറാമിന്. ഇത് കുത്തി വലിയ നിങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അവരെല്ലാവരും സ്വന്തമായി. അവർക്ക് മനസ്സിലാക്കിയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല. അപ്പോൾ അതിന് വളരെ സന്തോഷത്തോടെ വീട് സാമ്പനി വിടും, അതുപോലെ തന്നെ ലക്ഷ്മണയും വിട്ടുകൊടുക്കും. അത്ര ഈസി ആയിട്ട് യുദ്ധം ചെയ്യാതെ കൊണ്ടുപോയി നടക്കും. അങ്ങനെയാണ്. അപ്പം അത്രയും ശക്തനാണെന്ന് നടക്കും. അതായത് ബലറാം അനന്തൻ. നമുക്കറിയാമെങ്കിൽ എല്ലാ പ്രപഞ്ചങ്ങൾ മുഴുവൻ, പ്ലാനറ്റല്ല, പ്രപഞ്ചങ്ങൾ മുഴുവൻ, യൂണിവേഴ്സസ് മുഴുവൻ ആരുടെ നില നിൽക്കുന്ന സ്ഥിതിക്ക് അനന്തശേഷൻ അനന്തനായ ബലറാം അല്ലേ? ഭാഗത്തിൽ പറയുന്നത് ശിത്യാഭിലേഷ കിലാവൃത സപ്തബിൽ ദശഗുണോത്തരേ 2 വർഷ എത്ര പദ്ധതിയാണ് അണുകൽപ്പ സഹാര കൂടി തമനുണ്ട. അതായത് ഈ ഭൂമി തുടങ്ങിയിട്ട് എല്ലാ ഭൗതിക ഗ്രഹങ്ങളും ഇതിൻ്റെ സ്ഥിതി എന്താ ശരിക്കും? അതിൻ്റെ ഓരോ പ്രപഞ്ചത്തിൽ ഗ്രഹത്തിൻ്റെ ഭൗതിക ഗ്രഹങ്ങൾ നമുക്കറിയാം. സൗരയൂഥത്തിൽ ധാരാളം ഗ്രഹങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ധാരാളം ഗ്രഹങ്ങളുള്ള അതിന് അവസാനം നമ്മളെന്ത് പറയും? യൂണിവേഴ്സ് എന്ന് പറയും. ആ യൂണിവേഴ്സ് അതിൻ്റെ ആ യൂണിവേഴ്സിൻ്റെ ചിത്യാതിരേശത്തിലാവുന്ന സപ്തമ് 7 തവണ അതിൻ്റെ അത്രയും ഡയാമീറ്റർ ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ അത്രയും 7 ടൈംസ് ആ കണ്ണ പ്രപഞ്ചത്തിൻ്റെ 7 ടൈംസ് ഓരോ തരത്തിലുള്ള നമ്മുടെ ഭൂമിയിലാബോധനോ വായു അങ്ങനെ പറയില്ല, ഭൂമി, വായു, അതുപോലെ അഗ്നി, ഇതൊക്കെ ഓരോ ലെയറാണ്. ഈ പ്രപഞ്ചത്തിനെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഈ അഗ്നി 7 ടൈംസ് ഈ പ്രപഞ്ചത്തിന്റെ 7 ടൈംസ് അഗ്നി ഇത് ചെയ്യുന്നു. അഗ്നിയുടെ 10 ടൈംസ് പിന്നെ അടുത്ത വാട്ടർ,
അതായത് എത്ര വലിയ കാര്യം നോക്കും. അങ്ങനെ 7 times ഇത് ചെയ്യുന്നു, 10 times ആയിട്ട് ഇത് ഇൻക്രീസ് ആവുന്നു. ഇതൊക്കെ കവർ ചെയ്യുന്നു. എന്തൊക്കെയാ? ഭൂമി, വെള്ളം, അതുപോലെ ഭൂമിയാവോ അനലോ വായു, പിന്നെ അതുകൂടാതെ ടോട്ടൽ മെറ്റീരിയൽ എനർജി പ്രധാനം എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയൽ ക്രിയേഷന് വേണ്ട ഭൗതികമായിട്ടുള്ള ഉൽപ്പാദിക്കുന്ന എല്ലാം അത് നെറ്റ്സെൽ എന്ന് പറയും. അതിൻ്റെ ഇരിക്കുന്നത് പ്രധാന 4 പേര്. ആ എല്ലാ ടോട്ടൽ എനർജി ആണ് 6ാമത്തേത്. 7ാമത്തേത് ഫോഴ്സിഗോ, അഹങ്കാരം. ഈ കാര്യങ്ങളെല്ലാം കൂടി കവർ ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സ്, അങ്ങനെയുള്ള എത്ര യൂണിവേഴ്സുകൾ ഈ അനന്തന്റെ ശരീരത്തിൽ എങ്ങനെ നിൽക്കുന്നു? ഓരോരോ ജസ്റ്റ് കടുകുടി പോലെ നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അനന്തം എന്നുള്ള പേര് വിളിക്കുന്നത്. അതിനെ അതാണ് ഈ അനന്തൻ. അത്രയും ശക്തിയാണ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ബലറാമിന്റെ ശക്തി. അപ്പോൾ ബലറാം ആദ്യ ഗുരുവാണ്, എല്ലാവരുടെയും ഗുരുവാണ്. നമ്മൾ കാണുന്ന എല്ലാ ഗുരുക്കന്മാരെയും ദാസ് ചെയ്യുന്ന ആരാണ് ശരിക്കും? ബലറാമാണ്. ബലറാമിന്റെ നാളെ ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന എല്ലാം നമുക്കറിയാം. ആദ്യം ആ ശൗനാദി ഋഷികൾ കേൾക്കാനിരിക്കുമ്പോൾ ആ സമയത്ത് രോമഹർഷമാണ് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷിയാണ് ആദ്യം പറഞ്ഞിരുന്നത്, ഭാഗവതം പറഞ്ഞിരുന്നത്. ഭാഗവതം പറയാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആണ് ബലറാം അവിടെ കിരിച്ചത്. ബലറാം കിരിച്ചെല്ലാം കാരണം ബലറാം അവിടെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും യുദ്ധത്തിന് മുന്നേ തന്നെ ബലറാം അവിടെ നടന്നു. ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സമയത്ത് ബലറാം അവിടെ വന്നപ്പോൾ അവിടെ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നാണ്. എല്ലാ മുനിമാരും എഴുന്നേറ്റു. ബലറാം അവർക്ക് അറിയുന്നത് സുപ്രീം പേഴ്സണുണ്ട്, എല്ലാവരും എഴുന്നേറ്റു. പക്ഷെ രോമകർഷണം എന്ന് പറഞ്ഞ ആ മഹർഷി ഭാഗവതം പറഞ്ഞ ആൾ മാത്രം എഴുതിയില്ല. അദ്ദേഹത്തിന് ഞാനൊരു വ്യാസാസനത്തിലിരിക്കുന്ന ആണെന്നൊരു ധ്യാനമുണ്ട്. അത് ബലറാം പിടിക്കില്ല. ബലറാം എന്ത് ചെയ്യും? ഒരു കുശാഗ്രന്റെ പുല്ലെടുത്തിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ആദ്യം. പക്ഷെ മഹർഷിമാർക്ക് ഭയങ്കര പ്രയാസം. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഭാഗം കേൾക്കാനിരിക്കുകയാണ്. 1000 വർഷം യത്നം ചെയ്ത് അങ്ങനെ വളരെ വലിയൊരു യത്നം ചെയ്യുന്നത്. അതായത് കലികാലത്തിൽ വരാൻ പോകുന്ന ആ പ്രയാസങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും അതറിയണം. അതിനുവേണ്ടി അവർ തുടങ്ങുകയാണ് ഭാഗവതം. അവിടെ ഒരു പ്രയാസം അവർ പറയും ബലറാമിനോട്, ബലറാം അത് കണ്ടിന്യൂഷൻ എങ്ങനെയും ചെയ്യാൻ ധ്യാനിക്കാൻ പറ്റാതെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ രോമാഷന്റെ മകൻ തന്നെ സൂതഗോസ്വാമി, നമ്മൾ കളിക്കുന്ന ഭാഗവതം സൂതഗോസ്വാമി പറയുന്നത്. സൂതമഹർഷി പറയുന്ന സ്ഥലത്ത് സൂതഗോസ്വാമി ഇന്ന് കേട്ടിരുന്നു. ഭാഗം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല. അവിടെ സൂതമഹർഷി ഭാഗം പറയുന്ന സമയത്ത് ഇദ്ദേഹത്തെ ആരുണ്ടായിരുന്നു? സൂതഗോസ്വാമി ഉണ്ടായിരുന്നു, രോമാഷനുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞിട്ട് അവർ ഭാഗം വീട് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ആളാണ്. കൃഷ്ണനായിട്ടുള്ള ലീലകളിൽ തന്നെ കൃഷ്ണലീല എന്ന് പറയുന്നത് തലവനം കിട്ടുന്നു. തലവനം കിട്ടാമത്തിലുള്ള തലവനത്തില് ധാരാളം ഫ്രൂട്ട്സും നല്ല ഫലവേഴ്സും കിട്ടും. പക്ഷേ ഗോപന്മാർക്ക് ആർക്കും അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? അവിടെ ഒരു വളരെ വലിയ അസുരനുണ്ട്, ധേനുവാസുരൻ. ധേനുവ എന്നുള്ള ആള് കഴുതയുടെ രൂപത്തിൽ ആയിട്ട് അവിടെ അവരും അവരുടെ ആൾക്കാരും ജീവിക്കുക. ആ വാദികൾ കളിക്കാൻ പറ്റില്ല. ഇത് ബലറാം വഴിയൊക്കെ എല്ലാവരും കൂടി തമച്ചിട്ടുണ്ട്. അതിലെല്ലാം ഫ്രൂട്ടിലും മരങ്ങളുണ്ടല്ലോ, മരങ്ങൾ പിടിച്ച് കുടിക്കാൻ തുടങ്ങി. ദേഷ്യം വരും, ഭയങ്കര ഗർഭത്തോടി വരും. വന്നിട്ട് കഴുകാൻ രൂപത്തിലാണ് 2 എടുത്തിട്ട് ഫ്രണ്ടിൽ 2 കാലെടുത്തിട്ട് ഇദ്ദേഹത്തെ ഇടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ദേഹത്തിൽ കൊണ്ടുവരും. നല്ല ബലറാമിൻ്റെ 2 കാലം പിടിച്ച് വീശി
യേശു മരിച്ചു വലിച്ചെറിയും. അങ്ങനെ അത് മാത്രമല്ല, ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള അനുചരന്മാരൊക്കെ വരും. വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കൃഷ്ണനോട് കൂടി കൃഷ്ണൻ പ്രധാനമന്ത്രി ഓരോരുത്തരും ഏറ്റവും വലിയ മരണം അതിന് കൂടി എടുത്തത്. അങ്ങനെ എല്ലാം അവസാനിച്ചും എല്ലാവർക്കും സന്തോഷമായി പോകുന്നവർക്ക് നല്ല അസലെ വളരെ ടേസ്റ്റി ഫുഡാണ് ഉണ്ടാകുന്നത്. നമുക്ക് കഴിച്ച് കുറച്ച് അങ്ങനെ ഒരു അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ബലറാം ദ്വാരകയിലുള്ള സമയത്ത് 2 മാസം നമ്മൾ ലീവ് ഇട്ട് പോകുന്നത് വൃന്ദാവനിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരികളുണ്ട് ഗോപികമാരുണ്ട്. കൃഷ്ണനെല്ലാം സെപ്പറേറ്റാണ്. അവരൊക്കെ ഡാൻസും വളരെ ഹാപ്പിയായിട്ട് അവിടെ കഴിഞ്ഞു. ആ സമയത്ത് ഒരിക്കൽ ഇതുപോലെ തന്നെ യമുനയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് യമുനയെ പിടിച്ചു. യമുന ഇന്ത്യ, പക്ഷെ യമുന വന്നില്ല. അങ്ങനെ യമുന അതാണ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ എന്തെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആയുധമെടുത്ത് അവരുടെ ഗംഗ വലിച്ചു. ഗംഗ മുഴുവൻ 100 ചെറിയ ചെറിയ അരുവികളായി. അപ്പോഴേക്കും അവിടെ യമുനാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു, സോറിയൊക്കെ പറഞ്ഞു. അവസാനം അതിനെ പിടിച്ചു അദ്ദേഹം. അപ്പം അങ്ങനെ അത്രയും ശക്തമാണെന്നുള്ളത് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി. അങ്ങനെ നമുക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അങ്ങനെ നായി നിൽക്കണോ, പിന്നെ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. റബ്ബൊരു വായിൽ നിൽക്കുന്നല്ലേ, എല്ലാം എയറിലല്ലേ. ആ എയർലൈനിൽ നിൽക്കുന്നപ്പോൾ എങ്ങനെ എയറിൽ നിൽക്കുന്നു? എന്തെങ്കിലും പവറോ ശക്തിയോ ആരെങ്കിലും ഒന്നും ചെയ്യാൻ നിൽക്കുമോ? എനിക്കൊരു ബോളിട്ട് അവിടെ എത്താൻ പറ്റുമോ? ഒരു ബോളിട്ട് അവിടെ നിൽക്കില്ലെന്ന് പറയാൻ പറ്റുമോ? എന്താ കാര്യം? ഭൂമിയിലേക്ക് ആകർഷിക്കുകയാണ് അല്ലേ? ആകർഷണമുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ആകർഷണങ്ങൾ ഒന്നിനോട് ആകർഷിച്ചിട്ടാണ് നിൽക്കുന്നത് എല്ലാം. ആ ആകർഷണം വെറുതെ ആകർഷണം നല്ല അനന്തൻ്റെ അതാണ് കാര്യം. അപ്പോൾ ആരും ഇയാളെ വെറുതെ നിൽക്കില്ല. ഒരു അകലെ ശരിക്കും ഭൂമി എന്താ താങ്ങി നിൽക്കേണ്ട? ഭൂമി നിൽക്കില്ലേ? ഭൂമിയാണ് നിൽക്കുന്നത്, അങ്ങനെ തന്നെയാണ്. ഭൂമി അയാളാണ് നിൽക്കുന്നത് അല്ലേ? ആകർഷണത്തിൻ്റെ ആവശ്യമുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ട്? അല്ലെങ്കിൽ കടലൊക്കെ ആകാശത്തേക്ക് പോയില്ലേ? വെള്ളമൊക്കെ ആകാശത്തിൽ പോകല്ലേ? കടലിൻ്റെ സമയത്ത് ഇല്ലേ? കടലിൽ പോയില്ലേ? ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോഴേ അടിയിലുള്ള ഭാഗത്തെ കടലൊക്കെ അവിടേക്ക് പോകും, ആകാശത്തേക്ക് പോകും. ഉണ്ട് എങ്ങനെയാണെങ്കിൽ അല്ലേ? ഭൂമി വലിയൊരു ഗ്ലോബാണ്, വളരെ വലിയാണ് ഇല്ലേ? വളരെ വലിയ ഗ്ലോബാണ്. അതിന് ടോപ്പിലുള്ള പോലെ തന്നെ ഏറ്റവും വെളിയിലുണ്ടോ അല്ലേ? നമ്മൾ പറയില്ല നമ്മുടെ ഓപ്പോസിറ്റ് ആരാണ്? ഏറെക്കുറെ അമേരിക്കയായിട്ട് അല്ലേ? അപ്പോൾ അമേരിക്ക എവിടെയാണ് നിൽക്കുന്നത്? അമേരിക്കയ്ക്കും ആകാശത്തേക്ക് നമുക്ക് കാണുന്ന പോലെ തന്നെ അതിൻ്റെ അടിയിലേക്ക് പോകേണ്ടത്. താഴോട്ട് ഇറങ്ങിയാൽ പോയില്ല. എന്താ കാര്യം? അതാണ് നമുക്ക് തോന്നും. ന്യൂട്ടൻ ഒരു ആപ്പിൾ താഴോട്ട് വീണപ്പോൾ ഞങ്ങൾ താഴോട്ട് വീണു തിന്നു. എനിക്ക് അന്ന് തോന്നി ഇതുള്ളാന്നല്ലേ നാട്ടാൻ ഇങ്ങനെ ഒഴുകുന്നത്, മനസ്സിലായി. പക്ഷെ പിന്നെ മനസ്സിലാകുന്നത് ഇങ്ങനെയാണെന്നുള്ളത്. കാരണം എൻ്റയർ ഗ്ലോബിൻ്റെ കാര്യം എടുക്കുമ്പോഴും മനസ്സിലായില്ലേ, നമ്മൾ കാണുന്നതല്ല തുടങ്ങേണ്ടത്. എൻ്റയർ ഗ്ലോബിൻ്റെ കാര്യം എടുക്കുമ്പോൾ അപ്പോഴങ്ങനെയാ. അപ്പം ഭൂമിയിൽ നമ്മൾ കാണുന്ന ഇവിടെ മുകളിലേക്ക് ആപ്പിൾ നിൽക്കുന്നുണ്ടെങ്കിൽ താഴെയാണെങ്കിൽ അതും മുകളിലേക്കേ നിൽക്കില്ല, അത് നമ്മൾ താഴോട്ടല്ലേ അല്ലേ? അവിടെ ആകാശമൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷണമാണ്. അങ്ങനെയാണ് പ്രത്യേക തരത്തിലുള്ള ഗ്രാവിറ്റിയിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ആ ചെയ്ത് നിർത്തുന്ന ആരാണ്? അനന്തനാണ്. ISRO-ആണോ? നാസയാണോ? അല്ല. ഹരേ കൃഷ്ണ. ഇതല്ലേ അടുത്തത്?
അധ്യായം 9 18. വാസുദേവായ ഓം നമോ ഭഗവതേ 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 വാസുദേവായ ഗുരുദേവൻ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം ഭഗവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം ഭഗവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം गतिर्भर्ता प्रभु साक्षी निवास शरणं सुहृत् प्रभवः प्रलयः स्थानं निदानं बीजमव्ययम् गतिर्भर्ता प्रभु साक्षी निवास शरणं सुहृत् प्रभवः प्रलयस्थानं निदानं बीजमव्ययम् यदिर्भर्ता प्रभु साक्षी निवासा शरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम् यदिर्भर्ता प्रभु साक्षी निवासा शरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम् यदिर्भर्ता प्रभु साक्षी निवासा शरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम् यदिर्भर्ता प्रभु साक्षी निवासा शरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम् ലക്ഷ്യവും ഭർത്താവും പ്രഭു സാക്ഷി നിവാസ ആശ്രയസ്ഥാനവും ശരണവും സുഹൃത്തും അഥവാ ഉൽപ്പത്തി സ്ഥാനവും പ്രളയവും സ്ഥാനവും നിധാനം വിശ്രമസ്ഥാനവും അവ്യയമായ ബീജവും ഞാൻ തന്നെ. ഒരാളാണ് വായിക്കാൻ തുടങ്ങിയത്. ആരായിരുന്നത്? വായിക്കൂ. यदिर्भर्ता प्रभु साक्षी निवासा शरणं सुहृत् प्रभवः प्रलयस्थानं निधानं बीजमव्ययम्. Translation by His Son Jesus Bhaktivedanta Swami. जय. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥലവും ആശ്രയവും ഉത്തമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. ഗിരി എന്നാൽ പാകിസ്ഥാനം. കൃഷ്ണനാണ് ആത്യന്തികമായ പാകിസ്ഥാനം. മനുഷ്യൻ അത് അറിയുന്നില്ല. കൃഷ്ണനെക്കുറിച്ച് അറിയാത്തവർ വഴിപിഴയ്ക്കുന്നു. അല്ലെങ്കിൽ ഉത്കർഷത്തിലേക്കുള്ള അതെന്ന് കരുതിയിരുന്ന മുന്നേറ്റം ഭാഗികമായോ മായികമായി പരിഗണിക്കുന്നു. ധ്യാന്മാരെ പ്രാപ്യസ്ഥാനാക്കുന്നവരും ഒട്ടേറെയുണ്ട്. അതാത് ദേവന്മാർക്ക് അനുയോജ്യങ്ങളായ പൂജാവിധികൾ സനിഷ്കർഷം അനുഷ്ഠിച്ച് ആ ഭക്തന്മാർ ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം,
മഹർലോകം മുതലായ വെവ്വേറെ ലോകങ്ങൾ എത്തിച്ചേരുന്നു. ആ ലോകങ്ങളെല്ലാം കൃഷ്ണൻ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഒരേ സമയത്ത് തന്നെ കൃഷ്ണാംശങ്ങളായും കൃഷ്ണനിൽ നിന്ന് ഭിന്നങ്ങളായും പറയാവുന്നതാണ്. കൃഷ്ണശക്തിയുടെ പ്രത്യക്ഷീഭാവമാകയാൽ അവ കൃഷ്ണൻ തന്നെ. എങ്കിലും കൃഷ്ണ സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ കാൽവെപ്പുകളെ ആകുന്നുള്ളൂ. കൃഷ്ണന്റെ വ്യത്യസ്ത ശക്തികരണങ്ങളോട് അടുക്കുന്നതും പരോക്ഷമായുള്ള കൃഷ്ണ സമീപം അത്രേ. പക്ഷെ ഒരാൾ നേരിട്ട് കൃഷ്ണനെ സമീപിക്കുകയാണ് വേണ്ടത്. അത്രയും സമയവും ശക്തിയും നഷ്ടപ്പെടുത്താതെ കഴിക്കാമെന്ന്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എലിവേഷൻ അഥവാ ലിഫ്റ്റ് ഉപയോഗിച്ച് ഞൊടിയിടയിൽ എത്താമെന്നിരിക്കെ എന്തിന് കോണിപ്പടികൾ ഓരോന്നായി ചവിട്ടിക്കാരണം. സർവവും കൃഷ്ണശക്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണനെ ആശ്രയിച്ച് ഏതൊന്നിനും നിലനിൽക്കുള്ളൂ. സർവഭൂതസ്ഥനായ കൃഷ്ണൻ സർവസാക്ഷിയാകുന്നു. ഏതൊന്നിൻ്റെയും ഉടമയായ കൃഷ്ണൻ പരമാധികാരിയുമാണ്. എല്ലാം കൃഷ്ണന്റെ ശക്തിയിൽ നിലകൊള്ളുന്നു. ഞാൻ ജീവിച്ചു പോരുന്ന പാർപ്പിടങ്ങളും രാജ്യങ്ങളും ഗ്രഹങ്ങളും എല്ലാം കൃഷ്ണൻ തന്നെ. ആത്യന്തികമായ അഭയസ്ഥാനമാണ് കൃഷ്ണൻ. സുരക്ഷയ്ക്ക് വേണ്ടിയും ക്ലേശമോചനത്തിന് വേണ്ടിയും ഏവരും കൃഷ്ണനെ ആശ്രയിച്ചേ തീരൂ. നാം സ്വയം രക്ഷ തേടുന്നത് ജീവശക്തിയിലായിരിക്കണം. സർവകൃഷ്ണനായ ജീവസത്തെയാണ് കൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ തലമുറയ്ക്ക് ഉത്ഭവസ്ഥാനവും പരമപിതാവുമായിരിക്കെ അതിലുപരി മറ്റാരുണ്ട് നമുക്ക് സുഹൃത്തായിട്ട്. അദ്ദേഹത്തേക്കാൾ മികച്ച ഗുണകാംക്ഷിയാവാൻ ആർക്കും കഴിയില്ല. സൃഷ്ടിയുടെ ആദിമ ഉത്പത്തി സ്ഥാനവും പ്രളയത്തിന് ശേഷമുള്ള ആത്യന്തിക വിശ്രമവും കൃഷ്ണനിൽ തന്നെ. അതിനാൽ സർവകാരണങ്ങൾക്കും ശാശ്വതമായ കാരണം കൃഷ്ണൻ തന്നെ. ഗതിൽ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണ. ഗതി എന്താ ഗതി? ഗോൾ, നമ്മുടെ പ്രാപ്തിസ്ഥാനം എന്നത്. അതാരാണ്? കൃഷ്ണനാണെന്നത്. ഗതിൽ ഭർത്ത. പിന്നെ ആരാണ് നമ്മൾ ഭർത്താവ്? ശരിക്കും ഒന്നിന് ഭർത്താവ് ആരാ? നമ്മുടെ കൃഷ്ണനാണ്. മറ്റെല്ലാം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ്, ഒരു മായ ഭർത്താവ്. അവർക്ക് തോന്നുന്നു അവർ നമ്മളെ ഭരിക്കുന്നുണ്ട്. അവരൊന്നും ഭരിക്കുന്നില്ല. കൃഷ്ണ അറേഞ്ച് ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നു. എല്ലാം കൃഷ്ണൻ അറേഞ്ച് ചെയ്യുന്നു. അതാണ് പറയുന്നത്. ഇതിൽ ഭട്ട പ്രഭു സാക്ഷി. ആരാ സാക്ഷി? സാക്ഷി ആരാ? ശരിക്കും ഒരു സാക്ഷി ആരാ? കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നർത്ഥം. സാക്ഷി കണ്ടിട്ടുള്ള ആള് ഇല്ലേ? എന്താ എങ്ങനെയാ കൃഷ്ണൻ കണ്ടെന്ന് പറയുന്നത്? പരമാത്മാവായിട്ട് ഇല്ലേ? അകത്തിരിക്കുന്നുണ്ട്. ആരാണ് സാക്ഷി? ഗതിൽ ഭർത്ത പ്രഭു സാക്ഷി നിവാസ. ഏതാണ് നമ്മുടെ പ്രാപ്തിസ്ഥാനം? നിവാസസ്ഥാനം ഏതാ? കൃഷ്ണൻ തന്നെ അല്ലേ? നിവാസം ശരണം അല്ലേ? ആരെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്? ശരിക്കും കൃഷ്ണൻ. സൂര്യ അവർ ഹൃദയത്തിലിരിക്കുന്നു. സർവശാഹം വിധി സന്നിവേഷ്ടോ. എല്ലാ ഹൃദയത്തിലും ഞാനിരിക്കുന്നു. അപ്പൊ ആരാ സുഹൃത്ത്? നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും സ്ഥാനങ്ങൾ. അപ്പോൾ അതാണ് എൻ്റെ സൂര്യ. അതുപോലെ തന്നെ പിന്നെന്തൊക്കെയാ ഇതിന് മുന്നത്തെ പുസ്തകം എന്താ പഠിച്ചത്? അച്ഛനും അമ്മയും എല്ലാം ഞാനാണെന്നുള്ളത് അല്ലേ? പിതാഹവസ്ഥയായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ഒരു തരത്തില് എല്ലാം തന്നെ കംപ്ലീറ്റ് യൂണിവേഴ്സിന്റെ പിതാവ് ഞാനാണ് അല്ലേ? പിതാമസ്തു മാതാദാത പിതാമ. മാതാവിൽ നിന്ന് തന്നെ പിതാമഹൻ ഞാൻ തന്നെയാണ്. വേദ്യം പവിത്രം ഓങ്കാരം അല്ലേ? പവിത്രമായിട്ടുള്ള ഓങ്കാരത്തിൽ അറിയാനുള്ള അതും ഞാൻ തന്നെയാണ്. അതുപോലെ ഋഗ്സാമചര്യായാലും ശരി, സമവേദായാലും ശരി, യജുർവേദായാലും എല്ലാം ഞാൻ തന്നെ. ഇപ്പോഴെന്താ പറയുന്നത്? ഗതിയിൽ നിനക്ക് വരാനുള്ള വഴി ഞാനൊരാളെ വിടുന്നല്ല എന്നല്ല. വേറെ വഴിയിലേക്ക് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഗതി നിങ്ങളുടെ ഭർത്താവ് ഞാനാണ് അല്ലേ? ഗതി ഭർത്താവ് പ്രഭു. ഞാനാണ് പ്രഭു. മനസ്സിലായി? ഞാനാണ് നിങ്ങളുടെ ഈ ഈശ്വരൻ. ശരി, അതാണ് ഗതി ഭർത്താവ് പ്രഭു സാക്ഷി നിവാസ ശരണം സുഖം. എന്താ ബീജമൊക്കെയോ? എന്താണ് ഭഗവാന്റെ നിങ്ങളെല്ലാം ബീജമുള്ളത്. ബീജത്തിനാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മരായാലും ശരി, എല്ലാം ബീജത്തിനാണ്. ആ ബീജം അഭയമായിട്ടുള്ള ബീജം ആരാണ്? ശരിക്ക് വീണത്തിൽ ഒരിക്കലും നശിക്കാത്ത സ്റ്റെയിൻലെസ് ആണ്. ഒരിക്കലും പിടിക്കുന്നില്ല, അവസാനിക്കുന്നില്ല. അങ്ങനെ എല്ലാ ഇതും ഞാൻ തന്നെ എന്നതാണ്. പിന്നെ മറ്റൊരാള് വരുന്നില്ല. ഗതി എന്താ മെയിൻ വെച്ചാൽ അത് ആദ്യം പറയുന്നത് ഗതി പൊതുവെ ആൾക്കാർക്ക് അറിയാത്തത് എന്താണ്? എന്താ നമ്മുടെ ഗതി? നമ്മുടെ ഗതി എന്താണെന്ന് അറിയുന്നില്ല. നമ്മുടെ ഗോൾ എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അവർക്ക് എന്തായിരിക്കും ഗതി?
അപ്പം ചെയ്യും. അതെ, നമ്മുടെ ഗതി അറിയാത്ത ആൾക്കാർ എന്താണ് ഗതി നമുക്ക് എങ്ങനെ അറിയാൻ കാരണം നമുക്ക് പ്രഭുപാദ് പറഞ്ഞു നിങ്ങളുടെ ഗതി ഇതായിരിക്കണം. എന്താണ്? കൃഷ്ണനായിരിക്കണം. കൃഷ്ണനായിരിക്കും നിങ്ങളുടെ ഗതി, അല്ലെങ്കിൽ എന്തായിരിക്കും അത് ഗതി? പ്രഭു സാക്ഷി നിവാസ പ്രഭവ പ്രളയസ്ഥാനം അത് പറഞ്ഞില്ല. പ്രഭവ പ്രളയസ്ഥാനം ദാനം പ്രഭവം, അതായത് നിങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടല്ലോ, ഉൽപ്പത്തിയുടെ സ്ഥാനം ഉണ്ടല്ലോ, അത് ഞാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, സുഹൃത്തുക്കൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ കൊണ്ട് ജനിപ്പിക്കുന്നു. അപ്പൊ ആരാണ് ശരിക്കും പ്രഭവം അല്ലേ? അപ്പോ പ്രളയസ്ഥാനം, പ്രളയം എന്ന് വെച്ചാൽ എന്താ? അവസാനിപ്പിക്കും അല്ലേ? എന്താ അവസാനിച്ചു കഴിഞ്ഞാലും കൂടുതൽ അടയ്ക്കാണ്. ഏത് സ്ഥലത്തിലേക്ക് നമുക്ക് അടയ്ക്കാൻ പോകേണ്ടത്? കൃഷ്ണയ്ക്ക് പോകണം. വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ഇല്ലേ? അതാണ് പറയും, വേറെ വഴിയില്ല. കൃഷ്ണൻ തന്നെ അല്ലേ? ഹരേ നാമ ഏവർക്ക് മനസ്സിലായി എന്താണ് പറയുന്നത്? കൃഷ്ണൻ അല്ലേ? ഹരി 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 എന്ന് മാത്രം. കലോ നാസ്തികവ കലിയുഗത്തിൽ വേറെ യുഗത്തിലായാലും വെടിയൊന്നുമില്ല. വേറെ യുഗത്തില് ഈ യുഗത്തിൽ നമുക്ക് നാമം കൊണ്ട് രക്ഷപ്പെടാം. മറ്റുള്ള യുഗങ്ങളിലോ നാമം കൊണ്ട് രക്ഷപ്പെടാം, പക്ഷെ അവര് നാമം ജപിക്കില്ല. എന്തെങ്കിലും പറയുകയാണ് അത്യാവശ്യം കുറെ അറിയുന്ന ആൾക്കാരാണ് ഹരി എന്നവര്. അവർ യജ്ഞം ഹോമങ്ങൾ മാത്രം അറിയുന്ന ആൾക്കാരാണ്. അതുപോലെ ഓംകാരം കിട്ടുന്ന ആൾക്കാർ. ഈ ഓംകാരക്കാർ നമ്മൾ പറഞ്ഞു നാമം ജപിക്കാതാണ് പറയും വരുന്നത് കേൾക്കില്ല. ഓംകാരം പ്രണവം എല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ നാമത്തിൽ പ്രണവമുണ്ട്. ഹരേ കൃഷ്ണ നാമത്തിൽ എന്തുണ്ട്? ഓംകാരമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ അവർ കഴിയുന്നില്ല. ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് കുറെങ്കിലും ബുദ്ധി കുറവായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഭാഗവതം പറയുന്നു മന്ദാഹ സുമന്തമതയോ എന്നാ പറയുന്നു. ഭാഗവതം പറയുന്നു മന്ദാഹ സുമന്തമതയോ മന്ദഭാഗ്യ. ഈ ഭാഗ്യമല്ല അവർക്ക്. എന്താ കാര്യം? നാമം ജപിക്കാൻ പറഞ്ഞാലും ജപിക്കരുത്. ഈ പറയുന്നില്ലേ ഭഗവസ്ഥാനം, ഭാഗവൻ പറയുന്നില്ലേ ഗിരി. എങ്ങനെയാ ഗിരി കിട്ടുന്നത്? നാമം ജപിച്ചാലാണ് ഗിരി കിട്ടുന്നത് അല്ലേ? നാമം ജപിച്ചാലിട്ട് നമുക്ക് കൃഷ്ണ കിട്ടുന്നത്. അപ്പൊ ഗതി എന്തായിരിക്കണം? നാമജപമാണ് ഈ ഗതി എന്നത്, വേറെ ഒന്നല്ല. ഭഗവാന് നാമം ജപിക്കലാണ് ഈ ഗതി. മനസ്സിലായില്ല? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ. ഭക്തന്മാരെന്ന് നിൽക്കുന്ന ആൾക്കാരുടെ അസോസിയേഷൻ ഉണ്ട്. അതും പിന്നെ അതൊരു അങ്ങനെ ശരിക്കും ഭക്തന്മാരെന്ന് അറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല്ലുവേദന ഉണ്ടായി കഴിഞ്ഞാൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനുള്ളൊരു ബുദ്ധി നമുക്ക് വേണം. മനസ്സിലായി? അത്ര വേണം. അതായത് നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾക്ക്, ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ആരെ സമീപിക്കണം എന്ന് അറിയാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അല്ലെങ്കിൽ അതിൽ ചുറ്റി. കാരണം മറ്റുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇത്തിരി ഇതിൻ്റെ അകത്തും പല ആൾക്കാരുണ്ടാവും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. കുറേയൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? മാത്രം പറയുന്ന ആൾക്കാർ, എന്ത് കണ്ടാലും എന്ത് കഴിച്ചാലും ചോദിക്കുന്ന ആൾക്കാർ. ഇവിടെ വന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാകുമ്പോൾ, നല്ല പൈസയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ പ്രശസ്തി തറക്കറ്റാത്ത ആൾക്കാർ, അത് പൈസ നമുക്ക് അത് ചോദിക്കാൻ തോന്നുകയാണെങ്കിൽ അതെന്തായിരിക്കും? അല്ല, അപ്പൊ അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പൊ മനസ്സിലാക്കണം നമുക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങള് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്കറിയാം. അവർക്ക് അത് തിരക്കേണ്ട ആൾക്കാരാണ്, അല്ലാത്ത ആൾക്കാർ നമുക്ക് അറിയണം. അങ്ങനെ അത്ര ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയണം നമുക്ക്. അങ്ങനെയാണ് ശരി. അത് ഭയങ്കര ഇതാണ്. സ്വർഗം ന അഭിനവം ഭഗവത് സംഘസ്യ മർത്തേനാം പിതാശിഷം. ഒരു മർത്തേവിന് എന്താ വേണ്ടുന്നതാണ്. എങ്ങനെ ആളാ വേണ്ടത് ശരിക്ക്? തുലയാമ ലവേനാവധി. തുലയാമത്തെ വെയിറ്റ് നോക്കുക. വെയിറ്റിൽ നമുക്ക് തുലാസിലിട്ട് നോക്കാൻ തുലയാമ ലേവ. വേദാന്തി ഒരു നിമിഷത്തിന്റെ ഒരു പാട്ടുണ്ട്. അത്ര ചെറിയ അംശം പോലും. ഭഗവത് സംഖ്യ ഭഗവാന്റെ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സംഖ്യ ഭഗവാന്റെ സംഘത്തിലാണ് ആ ഡ്യൂട്ടികളായിട്ടുള്ള ഒരു ലെവ എന്ന് വെച്ചാൽ ഒരു നിമിഷത്തിന്റെ പാട്ട് പോലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്നത്
പോലും ചിന്തിക്കാൻ പറ്റില്ല. അതിനേക്കാൾ അത് വളരെ ഒന്നുമില്ല എന്ന് പറയുന്നു. അതിനൊക്കെ എങ്ങനെയാണ് ഇത് എന്ത് ലവേനാബി തുലയമ ലവേനാബി നാ സ്വർഗം നാ അഭിനവൃഭവം, സ്വർഗമില്ല, മുക്തിയുടെ പ്രശ്നം വരുന്നില്ല. അതിനൊക്കെ ഇതാണ് എന്ത് അല്പം നല്ല ഡ്യൂട്ടീസായിട്ട് കാഷ്ടം വരുമ്പോൾ എന്താവുന്നു, നമുക്ക് ഡിവോഷൻ സർവീസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നു. അതാണ് പ്രധാനപ്പെട്ടത്. കാരണം വളരെ കാലം തന്നെ നമ്മൾ ജനിച്ചും അങ്ങനെ വരുവാണ് കോടിക്കോടി ജന്മമായിട്ട്. അങ്ങനെ ഇപ്പോൾ ഭൂമിയിലായിരിക്കാം, അല്ലെങ്കിൽ സൂര്യനായിരിക്കാം, ചന്ദ്രനായിരിക്കാം, മറ്റുള്ള പ്ലാനറ്റിലായിരിക്കാം. അത് നടന്നിട്ട് അങ്ങനെ കഴിയണം. ഓരോ സ്ഥലങ്ങളിലായിരിക്കാം. അങ്ങനെയാണ് മനസ്സിൽ ഭവാപവർഗോ ഭ്രമദായ യഥാ ഭവേജ് ഇത് പറയണം ശ്രീമദ് ഭാഗവതം. ഭവ അപവർഗ, ഇതില് ഭവാപവർഗ, ഇവിടെ നമ്മൾ ഈ ഭാവസാഗരത്തില് മരിച്ചും ജനിച്ച് അങ്ങനെ ഭ്രമിച്ച് നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭ്രമിക്കുകയാണ്. നമുക്കതിനെല്ലാം ആവശ്യം തോന്നുന്നു, ആഗ്രഹം തോന്നുന്നു. അത് ഭ്രമം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല. ഭവാപവർഗ ഭ്രമദേ യഥാ ഭവേജ്, അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ജനസ്യ തർഹി അച്യുത സത്സമാഗമ, അച്യുതന്റെ ജനത്തിന് കാണാനുള്ളൊരു ചാൻസ് കിട്ടുന്നു. ജനസ്യ അച്യുത, അങ്ങനെയുള്ള ആളെ അച്യുതന്റെ എന്താ അച്യുതന്റെ അർത്ഥം? ഒരിക്കലും ചിരി പറ്റാത്തതെന്ന്. അതല്ല, ഒരിക്കലും ചിരി പറ്റുന്നില്ല ഒരാള്. ജനസ്യ തരികെ അച്യുത സത്സമാഗമ, ആ സത്സംഗമാണ്. സത്സംഗമോ തദൈവ സദ്ഗതി എന്നാണ് പറയുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് എന്താവും? നിങ്ങളുടെ ഗതി, ഗതി പറഞ്ഞില്ലേ, സദ്ഗതിയാവുന്നു. അല്ലെങ്കിൽ അതൊക്കെ അപ്പൊ സദ്ഗതിക്ക് എന്ത് വേണം? നമ്മൾ കൃഷ്ണസംഖ്യ, സംഘത്തിന്റെ സംഖ്യയാണ് കൃഷ്ണസംഖ്യയുടെ സംഖ്യ. കൃഷ്ണന്റെ ഡിവോട്ടീസിന്റെ സംഖ്യ ആവണം. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഭക്തന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് എന്റെ ഭക്തന്മാരാണ്. എന്റെ ഭക്തന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് എന്റെ ഭക്തന്മാർ. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശരി, എങ്ങനെയുള്ള ആൾക്കാരാണ്? ഭഗവാന്റെ ഭക്തന്മാരുടെ അഹം ഭക്തപരാധീനം ഭഗവാൻ പറയും. ദുരാസോമഹർഷി ഓടി വന്നില്ലേ, ഭഗവാൻ ചക്രം ഇതിലായിട്ട് ഓടി വന്നു. ദുരാസോമഹർഷി ഇതിനെ വരാൻ കാരണം അംബരീഷ മഹാരാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുരാസോമഹർഷി എന്ത് ചെയ്തു? ശപിച്ചു, പിശാചിനെ ഉണ്ടാക്കി ഇല്ലേ, എന്നിട്ട് വിട്ടുകൊടുത്തു അംബരീഷ മഹാരാജൻ. അംബരീഷ മഹാരാജ് നിന്നാൽ ഒന്നും ചെയ്തില്ല. ഇവിടെ തന്നെ ഓൺ ദി സ്പോട്ട് വിഷ്ണു പോലും അറിയാതെ വിഷ്ണുവിന്റെ നിന്ന് പോയി സുദർശൻ പോയി തടുക്കാനായിട്ട്. അവിടെ അംബരീഷ മഹാരാജ് ഒന്നും അറിയുന്നില്ല. വിഷ്ണു കൃഷ്ണനെ വിളിച്ചിട്ടില്ല, ഒന്നും വിളിച്ചിട്ടില്ല. ഇവിടെ ആ ഓൺ ദി സ്പോട്ട് സുദർശനോട് പ്രവർത്തിച്ചു. അപ്പൊ ആ സുദർശൻ ചൂടുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാതെ ഇത്രയും വലിയ യോഗി, എല്ലാവർക്കും പോകാൻ കഴിവുള്ള ആളാണ് ദുരാസോമഹർഷി. എല്ലാവർക്കും പോകുന്നു. ശിവന്റെ അടുത്ത് പോകുന്നു, അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ അടുത്ത് പോകുന്നു, വിഷ്ണുവിന്റെ അടുത്ത് വരുന്നു അല്ലേ, ഇവിടെ എത്തി നിർത്തുന്നു. അപ്പൊ അത്ര കഴിവുള്ള ആളാണ് ആര്? ദുരാസോമഹർഷി. എന്താണ് വിഷ്ണു പറഞ്ഞത്? അഹം ഭക്തപരാധീനം, ഞാൻ ഭക്തന്മാരുടെ പരാധീനാണെന്ന്. എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമാണ് പറയുന്നത്. ആ ഭക്തപരാധീന ഹി അസ്വതന്ത്ര, തീർച്ചയായിട്ടും ഞാൻ സ്വതന്ത്രനല്ല. ഓ തുച്ച പറയുന്നത് ഹി അസ്വതന്ത്ര, ഓ തുച്ച ബ്രാഹ്മണ, ഞാൻ സ്വതന്ത്രനല്ല. എങ്ങനെയാ സ്വതന്ത്രനല്ല? അഹം ഭക്തപരാധീനോ ഈ അസ്വതന്ത്ര തുച്ച. അങ്ങനെ അത് മാത്രമാണ് ഭക്തജനപ്രിയ, ഞാൻ ഭക്തജനങ്ങളുടെ പ്രിയനാണ്. അങ്ങനെയാണ്. അപ്പൊ അവിടെ കൃഷ്ണൻ പറയുന്നത് അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? എന്താ ഭക്തന്മാരുടെ പ്രിയന്മാരുടെ ആൾക്കാർ, അവരുടെ അസോസിയേഷൻ പെട്ടെന്ന് കൃഷ്ണ പോയിന്റ്സ് കിട്ടും. അതാണ് വേറെ ഒന്നല്ല. അതാണ് കാര്യം. അതുകൊണ്ട് അവിടെ പറയുന്നു ഇത്രയും കഴിവുകളാണ് വൈകുണ്ഠത്തിൽ വരാൻ കഴിവുള്ള ആളെ വൈകുണ്ഠത്തിൽ വെച്ചാണ് സംസാരിക്കുന്നത് അല്ലെ. അവിടെ പറയുന്നത് ഞാൻ എന്താണ് ആസ്വതന്ത്രനാണ് ഞാൻ. അതാണ് പറയുന്നത്. അഹം ഭക്ത പരാധീനോ, ഞാൻ ഭക്തന്റെ കീഴിലാണെന്ന് ഞാൻ പറയുന്നു. ആ ഭക്ത പരാധീനോ ഈ അസ്വതന്ത്രം. അങ്ങനെയാണ് ഭക്തജന പ്രിയ, ഭക്തന്മാരുടെ ഭക്തജന ഉണ്ടല്ലോ, അങ്ങനെയാണ് അവരുടെ പ്രിയനാണ് ഞാൻ.
ജഗന്നാഥ ശ്രീനാമയ്ക്ക് രാമാധവിക്ക് രാധമാരായണയ്ക്ക് ഹരേ കൃഷ്ണ. നമ്മള് ഇന്നത്തെ സ്വഭാവത്തിലെ മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഗതിയാണ് ആ ഗതിസ്ഥാനത്തിന്റെ കാര്യം. ഗതി ഭർത്താവൊക്കെയാണ് നമുക്കറിയാം. കൃഷ്ണനെല്ലാം നോക്കുന്നതാണ് ഭർത്താവ് തന്നെയാണ് കൃഷ്ണൻ അല്ലേ. പ്രഭു എല്ലാവരും കൃഷ്ണനെന്ന് അറിയാം അല്ലേ. ഗതി ഭർത്താവ് പ്രഭു സാക്ഷി എന്താണ് കൃഷ്ണൻ നമുക്കറിയാം അല്ലേ. പ്രഭോ പ്രവാസസ്ഥാനം നിധാനം ഇതൊക്കെ നമുക്കറിയാം. വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാനില്ല ഇല്ലേ. എവിടേക്കാണ് പോകുന്നത് അവിടേക്ക് തന്നെ. പക്ഷെ ഗതി എന്താണെന്ന് ശരിക്കും അറിഞ്ഞില്ല. അതാണ് ഗതി.